92-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ചപിടിച്ചും ഇരിക്കും. ദൈവത്തിന്റെ ആലയത്തിലായിരിക്കുന്നവർക്ക് ഉള്ള അനുഭവം, അവർ പച്ചവെച്ചും പുഷ്ടി വെച്ചും ഇരിക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ക്കും. വേദപുസ്തകത്തിലെ ഒരു 3 മരങ്ങളെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്. 52-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം. ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. 1-ാമത്തെ മരം ഇതാണ്, ആലയത്തിലെ ഒലിവ്. ഒലിവ് എന്നുള്ളത് വളരെ പ്രസിദ്ധമായ ഒരു മരമാണ്. ആലയത്തിലെ ഒലിവ് എന്നാ വായിക്കുന്നത്. ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ. ആലയത്തിനകത്തെ ചില ഒലിവുകളെ നോക്കിയാട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 31, 33, 23 വാക്യങ്ങൾ. ശലോമോന്റെ ആലയത്തെ കുറിച്ചാണ് അവിടെ വായിക്കുന്നത്. അവൻ അന്തർമന്ദിരത്തിലെ വാതിലിന് ഒലിവ് മരം കൊണ്ട് കതകുണ്ടാക്കി. അപ്പൊ കതകുണ്ടാക്കാൻ എന്തിനാ ഉപയോഗിച്ചത്? ഒലിവ് മരം. 33-ാമത്തെ വാക്യം. അവണ്ണം തന്നെ അവൻ മന്ദിരത്തിന്റെ വാതിലിനും ഒലിവ് മരം കൊണ്ട് കട്ടിള ഉണ്ടാക്കി. കട്ടിള ഒലിവ് മരം കൊണ്ട്. 23-ാമത്തെ വാക്യം. അന്തർമന്ദിരത്തിൽ അവൻ ഒലിവ് മരം കൊണ്ട് 10 മുഴം ഉയരമുള്ള 2 കെരൂബുകളെയും. അപ്പൊ ആലയത്തിനകത്തെ കെരൂബുകളെയും ഉണ്ടാക്കിയത് ഒലിവ് മരം കൊണ്ട്. ആലയത്തിനകത്തുള്ള പ്രധാനപ്പെട്ട 3 ഉപകരണങ്ങൾ ഉണ്ടാക്കിയത് ഒലിവ് മരം കൊണ്ട്. ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം. വേദപുസ്തകത്തിൽ 4 വ്യക്തികളെ ഒലിവ് എന്ന് വിളിച്ചിട്ടുണ്ട്. അവർ മനുഷ്യരാണ്, പക്ഷേ ദൈവം അവരെ ആത്മീകമായി ഒലിവ് എന്ന് വിളിച്ചിട്ടുണ്ട്. സക്കറിയ പ്രവചനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. അതിനരികെ കുടത്തിന്റെ വലത്തുഭാഗത്ത് ഒന്ന് ഇടത്തുഭാഗത്ത് ഒന്നും ഇങ്ങനെ 2 ഒലിവ് മരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. സക്കറിയാവ് ആത്മാവിൽ ദർശനങ്ങളെ കാണുകയാണ്. അപ്പോൾ ആലയത്തിനകത്ത് 2 ഒലിവ് മരങ്ങളെ കാണുന്നു. ഒന്ന് ഇടത്തും ഒന്ന് വലത്തും 2 ഒലിവ് മരങ്ങളെ കാണുകയാണ്. എന്താ അതെന്ന് നോക്കണമല്ലോ. 11 മുതലുള്ള വാക്യങ്ങൾ. അതിന് ഞാൻ അവനോട്, വിളക്ക് തണ്ടിന് ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തുമുള്ള 2 ഒലിവ് മരം എന്താകുന്നു എന്ന് ചോദിച്ചു. ഞാൻ 2-ാം പ്രാവശ്യം അവനോട്, പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊന്നിറമായ എണ്ണ ഒഴുകുന്ന 2 ഒലിവ് കൊമ്പ് എന്തെന്ന് ചോദിച്ചു. പിന്നെ ചോദിക്കുകയാണ്, എന്താണ് ഈ ഒലിവ് മരം? അടുത്ത വാക്യം. അവൻ എന്നോട് ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത വാക്യം. അതിന് അവൻ ഇവർ സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാരാകുന്നു. ഇസ്രായേൽ ജനം 70 വർഷം ബാബിലോണിൽ പ്രവാസികളായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് നെഹമ്യാവ് അറിയുന്നു, യെരൂശലേമിന്റെ മതിലുകൾ തീ വെച്ചും അതിന്റെ വാതിലുകൾ ചുറ്റും ഒക്കെ ഇടിഞ്ഞുമൊക്കെ കിടക്കുന്നു. അനുമതി പത്രം വാങ്ങിച്ചിട്ട് ഇത് പണിയാൻ വേണ്ടി ആളുകൾ വരികയാണ്. 3 ഘട്ടമായിട്ടാണ് മടങ്ങി വരുന്നത്. സ്തോത്രം. സെരുബാബേലിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്നവർ ആലയം പണിതു. നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്നവർ മതിലു പണിതു. യസ്രയുടെ നേതൃത്വത്തിൽ മടങ്ങി വന്നവർ ജനത്തെ ഒരു ആത്മീയ ഉണർവിലേക്ക് നയിച്ചു. അപ്പൊ സെരുബാബേൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു മഹാപുരോഹിതനും വന്നു. മഹാപുരോഹിതനായ യോശുവ. സെരുബാബേലിനെ അവിടെ ഒരു ഗവർണറായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ 2 വ്യക്തികൾ, മഹാപുരോഹിതനായ യോശുവയും ഗവർണറായിരിക്കുന്ന സെരുബാബേലും. ഇവരെയാണ് എവിടെ വായിക്കുന്നത്? അവർ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് മരങ്ങൾ ആകുന്നു. 3-ാം അധ്യായം 1-2 വാക്യങ്ങളിലേക്ക് വന്നാട്ടെ. സക്കറിയ പ്രവചനം തന്നെ. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലോ എന്ന് കൽപ്പിച്ചു. യോശുവയെ കുറിച്ച് ദൈവം പറഞ്ഞ ഒരു വാക്ക്,
ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അടുപ്പ്, ഒത്തിരി വിറക് നിന്ന് കത്തുകയാണ്. അതിൽ നിന്ന് നമ്മൾ ഒരു വിറക് വലിച്ചെടുത്താൽ അത് കെട്ടുപോകും. കുറച്ചു നേരം കഴിയുമ്പോൾ അതിൽ നിന്ന് പുക വമിക്കും, ഇല്ലേ? രൂപരഹിതമായിരിക്കും, കരി നിറഞ്ഞതായിരിക്കും തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി. പക്ഷെ ദൈവം അവനെ രൂപാന്തരപ്പെടുത്തി. യോശുവ അവിടെ നിൽക്കുമ്പോൾ സാത്താൻ വന്നിട്ട് ഇവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി. ദൈവമക്കളെ രാപകൽ കുറ്റപ്പെടുത്തുന്ന അപവാദിയായ പിശാച്. ദൈവം പറഞ്ഞു, മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് മാറ്റിക്കളവീൻ, അവനെ ഒരു ഉത്സവ വസ്ത്രം ധരിപ്പിപ്പീൻ, അവൻ്റെ തലയിൽ ഒരു പൊൻകിരീടം വയ്ക്കട്ടെ. അപ്പം അവൻ്റെ ഗതി മാറി. നേരത്തെ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെടുന്ന കൊള്ളിയായിരുന്നു. ദൈവം അവനെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് എണ്ണ ഒഴുകുന്ന ഒരു ഒലിവ് മരം. നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ ദൈവത്തിന് കഴിയും. രൂപരഹിതമായ, സൗന്ദര്യമില്ലാത്ത, സൗരഭ്യമില്ലാത്ത, ദുർഗന്ധം വമിക്കുന്ന നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. പുതിയ നിയമത്തിൽ 2 വ്യക്തികളെ ഇങ്ങനെ ഒലിവ് മരം എന്ന് വിളിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 4-ാമത് വചനം. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കും ആകുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുന്ന ഒരു ദർശനം 2 വ്യക്തികളെ കാണുകയാണ്. അന്തിക്രിസ്തുവിന്റെ കാലത്ത് ചാക്കുവസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ള മഹാനഗരത്തിന്റെ വീതിയിൽ ചാക്കുവസ്ത്രം ധരിച്ചുകൊണ്ട് 1260 ദിവസം പ്രവചിക്കാൻ പോകുന്ന, പ്രസംഗിക്കാൻ പോകുന്ന 2 വ്യക്തികൾ. ഹാനോക്കും ഏലിയാവുമാണെന്ന് പറയുന്നുണ്ട്, ചിലർ മോശയും ഏലിയാവുമാണെന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും ആകട്ടെ, 2 വ്യക്തികൾ. അവർക്ക് ചില പ്രത്യേക സിദ്ധികളുണ്ട്. വായിൽ തീ പുറപ്പെടുപ്പിച്ച് ആൾക്കാരെ കൊല്ലാൻ പറ്റും, ആകാശത്തുനിന്ന് മഴ പെയ്യിക്കാൻ പറ്റും. അവരുടെ സാക്ഷ്യം തികയുന്നവരെയും ആർക്കും അവരെ കൊല്ലാൻ പറ്റത്തില്ല. ആ 2 വ്യക്തികളെ ഇവിടെ ദൈവാത്മാവ് വിളിച്ചിരിക്കുക. എന്താ? അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷങ്ങളാകുന്നു. എന്താ ഇനി ഒലിവിൻ്റെ പ്രത്യേകത എന്നറിയണ്ടേ? ഒലിവ് മരത്തിൻ്റെ 4 പ്രത്യേകത തിരുവെഴുത്തിൽ നിന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഒന്നാമത്തേതാണ് ഇപ്പം നമ്മൾ വായിച്ച വാക്യം, 52-ാം സങ്കീർത്തനം 8-ാം വാക്യം. ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒരു ഒലിവ് വൃക്ഷം. ജീവിതത്തിൽ ഒരു തഴപ്പുണ്ട്, ഒരു പുഷ്ടിയുണ്ട്, ഒരു പച്ചിപ്പുണ്ട്. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിലൂടെ ആവാം അവർ കടന്നു പോകുന്നത്, പക്ഷേ അവർ അത് നീന്തി തുടിക്കാൻ കഴിയുന്ന അനുഗ്രഹത്തിൻ്റെ ജലാശയമാക്കി മാറ്റും. ഒലിവ് മരത്തിൻ്റെ 4 പ്രത്യേകതകൾ. 2, അതിൽ മനോഹരങ്ങളായ ഫലങ്ങളുണ്ട് എന്നുള്ളതാണ്. യിരെമ്യാ പ്രവചനം 11-ാം അധ്യായം 16-ാമത് വചനം. മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവ് വൃക്ഷം എന്ന് യഹോവ നിനക്ക് പേർ വിളിച്ചിരിക്കുന്നു. മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവ് വൃക്ഷം എന്ന് നിനക്ക് പേരാകും. നോഹയുടെ കാലത്ത് പെട്ടകത്തിൽ നിന്ന് ഒരു പ്രാവിനെ വിടുന്നുണ്ടല്ലേ? പ്രാവ് പോയി ഒരു ഒലിവ് ഇലയാണ് കൊണ്ടുവരുന്നത്. ഒലിവ് മാസങ്ങളോളം വെള്ളത്തിനടിയിൽ കിടന്നാലും അത് ചീഞ്ഞു പോവില്ല. 150 ദിവസം ഈ വെള്ളം പൊങ്ങി നിന്നു നോർക്കണം. അതിനുശേഷമാണ് വെള്ളം ക്രമേണ താണുപോയത്. നോഹ പെട്ടകത്തിൽ നിന്ന് വിട്ട പ്രാവ് ഒരു പച്ച ഒലിവിൻ്റെ ഇലയുമായി മടങ്ങി വരുന്നു. ജലപ്രളയത്തെ അതിജീവിച്ചിരിക്കുന്നു. ബാക്കി എല്ലാ മരങ്ങളിലും ഇലയില്ല, അതെല്ലാം ദ്രവിച്ചു പോയി, അതെല്ലാം അലിഞ്ഞുപോയി. പക്ഷെ പച്ച ഇലയോടുകൂടെ അവിടെയും ഒലിവ് നിലനിൽക്കുകയാണ്. പ്രതിസന്ധികളെ അതിജീവിക്കുന്ന അനുഭവം. ആമേൻ. ജലപ്രളയത്തെ അതിജീവിക്കുന്ന വൃക്ഷമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. 3, അത് ഭംഗിയുള്ള ഒരു വൃക്ഷമാണ്. ഹോശേയ പ്രവചനം 14-ാം അധ്യായം 6-ാം വാക്യം. അവന്റെ കൊമ്പുകൾ പടരും, അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിൻ ഭംഗി പോലെയും. കണ്ടോ, ദൈവം ഇവിടെ ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ ഉദാഹരിച്ചത് അവന്റെ ഭംഗി
ഒരു വൃക്ഷത്തിന്റെ ഭംഗി പോലെ ഇരിക്കും. നാലാമത്തെ പ്രത്യേകത, അതിനകത്തെ ഒലിവെണ്ണ ഒരു പുഷ്ടിയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരിക. ശിംശോൻ എന്ന യെരുബാലിന് 70 മക്കളുണ്ടായിരുന്നു. ഒരു ദാസിയിൽ പിറന്ന ഒരു മകനും ഉണ്ടായിരുന്നു. ആ ദാസിയിൽ പിറന്ന മകന്റെ പേരാണ് അബീമലേക്ക്. അപ്പൊ 70 മക്കള് അല്ലേ? അതിൽ ഒരുവനായ അബീമലേക്ക് ബാക്കി 69 പേരെ കൊന്നുകളഞ്ഞു. മനസ്സിലായോ? ദാസിയുടെ മകനായ അബീമലേക്ക് 69 പേരെ കൊന്നുകളഞ്ഞു. എന്നാൽ യോഥാം എന്നു പേരുള്ള ഒരുവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട് അവിടുന്ന് ഓടിപ്പോയി. അപ്പം ആളുകളെല്ലാം കൂടെ ഈ അബീമലേക്കിനെ പിടിച്ച് രാജാവാക്കി. ഒരുത്തൻ മാത്രം രക്ഷപ്പെട്ടു, അവന്റെ പേര് യോഥാം. കുറെ നാൾ കഴിഞ്ഞിട്ട് ഈ ഓടിപ്പോയ യോഥാം തിരിച്ചു വന്ന് ശേഖേമിലുള്ള ജനത്തെ വിളിച്ചു കൂട്ടിയിട്ട് അവരോടൊരു ദൃഷ്ടാന്തം പറഞ്ഞു. എന്താ ദൃഷ്ടാന്തം? ഒരിക്കൽ വൃക്ഷങ്ങളെല്ലാം കൂടെ ഒരു മരത്തെ രാജാവാക്കാൻ പോയി. അപ്പോൾ ഒലിവ് മരത്തോട് എന്ന് പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം. അപ്പോൾ ഒലിവ് മരം എന്ത് പറഞ്ഞു? വായിക്കാം. ന്യായാധിപന്മാർ 9:9. അതിന് ഒലിവ് വൃക്ഷം, ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് കണ്ടോ? ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി. അവിടെ പുഷ്ടി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിന്റെ എണ്ണ ഒഴുകുന്ന അനുഭവമാണ്. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. അത് ഇംഗ്ലീഷിൽ വായിക്കുന്നത് ബിക്കോസ് ഓഫ് ദ അനോയിന്റിംഗ് ദ യോക്ക് ഷാൽ ബി ബ്രോക്കൺ. അഭിഷേകം നിമിത്തം നുകം തകർന്നു പോകും. ആലയത്തിലെ മരങ്ങൾ. രണ്ടാമത്തെ മരം 92-ാം സങ്കീർത്തനം 12-ാം വാക്യമാണ്. നീതിമാൻ പന പോലെ തഴയ്ക്കും. അതാണ് രണ്ടാമത്തെ മരം. നീതിമാൻ പന പോലെ തഴയ്ക്കും. നമ്മുടെ ആളുകൾ പലപ്പോഴും പറയാറുണ്ട് ദുഷ്ടൻ പന പോലെ തഴയ്ക്കുമെന്ന്. ബൈബിളിലുണ്ടെന്ന്. ബൈബിളിൽ അങ്ങനെയാണോ? നീതിമാൻ പന പോലെ തഴയ്ക്കും, ദുഷ്ടൻ പന പോലെ തഴയ്ക്കുമെന്നൊരു വാക്യം ബൈബിളിൽ ഇല്ല. ദുഷ്ടനെ എങ്ങനെയാ വായിക്കുന്നത്? 7-ാം വാക്യം. ദുഷ്ടന്മാർ പുല്ല് പോലെ മുളയ്ക്കുന്നത്. അത്രേ ഉള്ളൂ. ദുഷ്ടൻ പുല്ല് പോലെയാണ് മുളയ്ക്കുന്നത്. പനയുടെ ഒരു വിത്ത് സസ്യമായി മാറാൻ തന്നെ 3 മാസം എടുക്കും. പക്ഷെ പുല്ല് പെട്ടെന്ന് മുളച്ചു വരും, അതുപോലെ കരിഞ്ഞു പോകും. വേനൽ വരുമ്പോൾ അത് വാടിപ്പോവില്ല. എന്തുകൊണ്ടാണ് വാടിപ്പോകാത്തതെന്നറിയാമോ? പനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് ഭൂമിയിൽ കിലോമീറ്ററുകൾ താഴേക്ക് പോയും വെള്ളമുള്ളിടത്തിയെന്ന് അത് വെള്ളം വലിച്ചെടുക്കും. മരുഭൂമിയിലായിരിക്കാം അത് നിലനിൽക്കുന്നത്, പക്ഷേ അത് വാടത്തില്ല. കാരണം എന്താണ്? അതിൻ്റെ വേര് അത്രമാത്രം താഴേക്ക് പോയി വെള്ളം വലിച്ചെടുക്കുകയാണ്. 1-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം നീതിമാനെ കുറിച്ച് വായിക്കുകയാണ്. അവൻ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഇരമ്യാപ്രവചനം 17-ാം അധ്യായം 8-ാം വാക്യം കൂടെ നോക്കിയാട്ടെ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. പനയുടെ തടി, കറുത്ത തടി, അത് വിലയുള്ളതാണ്. അതിൻ്റെ ഫാൻ പോലെയുള്ള ഇല വിശറിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് താളിയോലയാക്കി എഴുതാൻ ഉപയോഗിക്കാറുണ്ട്. കരിമ്പനയിൽ നിന്നെടുക്കുന്ന അക്കിനി എന്ന് പറയുന്ന ഒരു ഔഷധം വളരെ ജീവദായകമാണ്. കരിപ്പെട്ടി അതിൽ നിന്നുണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ ഇല പുരമേയാൻ ഉപയോഗിക്കാറുണ്ട്. മണ്ണൊലിപ്പ് തടയാൻ പന നട്ടുപിടിപ്പിക്കാറുണ്ട്. അപ്പോൾ പന ഒരു സാധാരണ മരമല്ല, ഒത്തിരി പ്രയോജനമുള്ള ഒരു മരമാണ്. 3-ാമത്തെ മരം 92-ാം സങ്കീർത്തനം തന്നെ 12-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. 3-ാമത്തെ പദം അതാണ്. ലെബാനോനിലെ ദേവദാരു പോലെ നിലനിൽക്കും. ദേവദാരുവിൻ്റെയും ഒരു പ്രത്യേകത, അതിന് ദീർഘായുസ്സുണ്ട് എന്നുള്ളതാണ്. നൂറ്റാണ്ടുകളോളം നിലനിൽക്കും. പന പോലെ തന്നെ അല്ല, ഒരു പടി കൂടെ കടന്ന്
ദേവദാരു നൂറ്റാണ്ടുകളോളം നിലനിൽക്കും. 91 സങ്കീർത്തനം 16 വചനം, ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. രക്തപാതവും ചതുവുമുള്ളവർ ആയുസിന്റെ പകുതിയോളം ജീവിച്ചിരിക്കുകയില്ല, എന്നാൽ ഭക്തനെ ദൈവം ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. ദേവദാരുവിന്റെ വേറൊരു പ്രത്യേകത, അത് 100 അടിയോളം പൊക്കം വെക്കുമെന്ന. വായിക്കാം യെഹെസ്കേൽ പ്രവചനം 17-22 വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാനും ഉയരമുള്ള ദേവദാരുവിന്റെ ഒരു ശിഖരം എടുത്തു നടും. ഞാനും ഉയരമുള്ള ഒരു ദേവദാരുവിന്റെ ശിഖരം എടുക്കും. ദേവദാരുവിന് എന്തുകൊണ്ട് പറഞ്ഞേ? ഉയരമുണ്ട്. മൂന്നാമത്തെ പ്രത്യേകത, അതിന് ധാരാളം ശിഖരമുണ്ട്. പന ഒറ്റത്തടി മരമാണ്, പക്ഷെ ദേവദാരു ഒത്തിരി ശാഖകളുള്ള മരമാണ്. അതിൻ്റെ തണലിൽ പലർക്കും അഭയം തേടുവാൻ സാധിക്കുന്നതാണ്. പനയുടെ കാര്യം പറഞ്ഞ പോലെ ഇതും ഒത്തിരി ആഴത്തിൽ വേരൂന്നി നിലനിൽക്കുന്നത് കൊണ്ട് കൊടിയ കാറ്റ് വന്നാലും മറ്റു മരങ്ങൾ മറിഞ്ഞു വീണാലും ദേവദാരു വീഴത്തില്ല. നമ്മളും വേരൂന്നണമെന്ന് പുതിയ നിയമത്തിൽ പറയുന്ന 2 പദം. കൊലോസ്യ ലേഖനം 2:7 നോക്കിയാട്ടെ. അവനിൽ വേരൂന്നുകയാണ്, ക്രിസ്തുവിൽ വേരൂന്നുകയാണ്. ക്രിസ്തുവിൽ വേരൂന്നി നിലനിൽക്കുന്ന ഒരുവൻ കൊടുങ്കാറ്റ് വന്നാലും വീഴുകയില്ല. എഫെസ്യ ലേഖനം 3:7 വരുമ്പോൾ സ്നേഹത്തിൽ വേരൂന്നണം എന്ന് വായിക്കുകയാണ്. 1 ക്രിസ്തുവിൽ വേരൂന്നണം, 2 സ്നേഹത്തിൽ വേരൂന്നണം. 92 സങ്കീർത്തനത്തിലെ 14 വാക്യം, വാർദ്ധക്യ കാലത്തും അവർ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. അവർ ഫലം കായ്ച്ചും പച്ചവച്ചും പുഷ്ടി വെച്ചിടിച്ചും ഇരിക്കും. ബൈബിളിലെ 4 വ്യക്തികൾ വാർദ്ധക്യകാലത്തും ഫലം കായ്ച്ചതായിട്ട് തിരുവെഴുത്ത് വായിക്കുകയാണ്. യൗവനക്കാർക്ക് പലതും പിടിച്ചെടുക്കാനൊക്കെ സാധിക്കും, കാരണം അവരുടെ ചോരത്തിളപ്പിന്റെ പ്രായമാണ്. പക്ഷെ വാർദ്ധക്യത്തിലെത്തിയ പലരും പലതും നേടിയെടുത്തതായി ബൈബിളിൽ നമുക്ക് വായിക്കാൻ കഴിയും. 1 അബ്രഹാമാണ്. ഉൽപ്പത്തി പുസ്തകം 17:6 വചനം, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു വാക്ക്, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. പൊടുന്നനവെയുള്ള വായനയിൽ പഠനത്തിൽ അബ്രഹാമിന് 2 മക്കളുള്ളതായിട്ടേ നമുക്കറിയത്തുള്ളൂ. മിസ്രമ്യദാസിയായ ഹാഗാറിൽ പിറന്ന ഇശ്മായേൽ, സാറയിൽ പിറന്ന വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക്. പക്ഷെ ദൈവം പറഞ്ഞു, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. ദൈവത്തിന് പറഞ്ഞ വാക്ക് നിവർത്തിച്ചേ പറ്റൂ. വായിക്കാം ഉൽപ്പത്തി 25:2. അവൾ സിമ്രാൻ, യൊക്ശാൻ, മെദാൻ, മിദ്യാൻ, ഇശ്ബാക്ക്, ശൂവഹ് എന്നിവരെ പ്രസവിച്ചു. സാറ മരിച്ച ശേഷം അബ്രഹാം മറ്റൊരു ഭാര്യയെ എടുത്തു. അവളുടെ പേര് കെതൂറ എന്നാണ്. കെതൂറയിൽ നിന്ന് 6 ആൺമക്കൾ ജനിക്കുകയാണ്. അവരുടെ പേര് നോക്കിക്കേ. 1 സിമ്രാൻ, 2 യൊക്ശാൻ, 3 മെദാൻ, 4 മിദ്യാൻ, 5 ഇശ്വാഖ്, 6 ശൂവഹ്. ദൈവത്തിന്റെ വാക്കെന്താ? നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. യിരെമ്യാ പ്രവചനം 25:25 വാക്യം, സകല സിമ്രി രാജാക്കന്മാരെയും. ഉൽപ്പത്തി വായിച്ചത് ഒരു മോന്റെ പേരെന്തായിരുന്നു? സിമ്രി. ഇവിടെ എന്താ വായിച്ചത്? സകല സിമ്രി രാജാക്കന്മാരെയും. വേറൊരു മകന്റെ പേരായിരുന്നു മിദ്യാൻ. സംഖ്യാപുസ്തകം 31:8 വാക്യം, നിഹതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാന്യ രാജാക്കന്മാർ. ദൈവം അബ്രഹാമിനോട് എന്താ പറഞ്ഞത്? നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും, അനേക ജാതികൾ ഉടലെടുക്കും. ഇത് പറയുമ്പോ ഏതാ വിരലെ പിടിച്ചോണ്ട് നടക്കാൻ ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത സമയത്താണ് ദൈവം പറഞ്ഞത്, നിന്നിൽ ജാതികൾ ഉടലെടുക്കും, രാജാക്കന്മാരും ഉത്ഭവിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഉവ്വ എന്നാണ്. നമ്മുടെ ബുദ്ധി വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ അതിനുള്ള സാധ്യതകൾ ഒന്നും കാണത്തില്ല. പക്ഷെ ദൈവത്തെ വിശ്വസിക്ക്, ദൈവം അത് നിവർത്തിക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം വാഗ്ദത്തം തരുന്നവൻ മാത്രമല്ല, അത് നിവർത്തിക്കുന്നവൻ കൂടെയാണ്. ലോകത്തിലെ 3 പ്രബല കക്ഷികൾ, യഹൂദൻ, ഇസ്ലാമിയർ, ക്രൈസ്തവർ,
അവർ 3 പേരും തങ്ങളുടെ പിതാവായി, വിശ്വാസികളുടെ പിതാവായി അബ്രഹാമിനെയാണ് കണക്കാക്കുന്നത്. നിന്നിൽ നിന്ന് ജാതികൾ ഉത്ഭവിക്കും. വാർദ്ധക്യത്തിൽ ഫലം കായ്ച്ച മറ്റൊരു വ്യക്തി മോശയാണ്. ആവർത്തന പുസ്തകം 34:7 മോശെ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണുമങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. 2 പ്രധാനപ്പെട്ട കാര്യം. ദൈവം ഒരിക്കൽ മോശയോട് പറഞ്ഞു, കാദേശിലെ കലഹജലത്തിൽ വെച്ച് നീ എന്നെ അവിശ്വസിക്കുകയും ജലത്തിന്റെ മുമ്പാകെ എന്നെ വിശുദ്ധീകരിക്കാതെയും ഇരുന്നത് കൊണ്ട് ഞാൻ നിന്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തേക്ക് നീ കടക്കുകയില്ല. എങ്കിലും നീ അത് കാണും, പക്ഷേ കടക്കുകയില്ല. 120 വയസ്സുള്ള മോശെ നെബോ പർവ്വതത്തിലേക്ക് നടന്നു കയറി. നെബോ പർവ്വതത്തിന് മുകളിൽ പിസ്ഗ എന്ന് പറയുന്ന ഒരു ചെറിയ കൊടുമുടി, സമുദ്രനിരപ്പിൽ നിന്ന് 4200 അടി ഉയരമുണ്ട്. 120-ാമത്തെ വയസ്സിൽ ഇത്രയും ഉയരം നടന്നു കയറണമെങ്കിൽ അവൻ്റെ കാലുകൾക്ക് ബലം വേണമായിരുന്നു. നെബോ പർവ്വതത്തിന് മുകളിൽ കയറാൻ അവൻ്റെ കാലുകൾക്ക് ബലം വേണമായിരുന്നു. 2, അവിടെ നിന്ന് 100 കണക്കിന് മൈലുകൾക്കപ്പുറത്ത് കിടക്കുന്ന കനാൻ ദേശം അടുത്ത് കാണുകയാണ്. ബൈനോക്കുലർ ഉപയോഗിച്ചല്ല, അവന്റെ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നു, കണ്ണ് മങ്ങയില്ല. നീ കാണുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിന് കാഴ്ച കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ കടപ്പാടായിരുന്നു, ദൈവത്തിൻ്റെ വിശ്വസ്തതയായിരുന്നു. നമുക്ക് പലർക്കും ദൈവം ദീർഘായുസ് തരുന്നെങ്കിൽ, നമുക്ക് പലർക്കും ദൈവം ഭൗതികമോ ആത്മീകമായ നന്മകൾ നൽകുന്നെങ്കിൽ നമ്മുടെ ആരുടെയും മിടുക്കല്ല, നമ്മോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കുന്നതാണ്. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചും പച്ചവെച്ചും പുഷ്ടി പിടിച്ചും ഇരിക്കും. കാലേബിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ? യോശുവയുടെ പുസ്തകം 14:8 എന്നോട് കൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി, ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. കാലേബിന്റെ ഒരു സാക്ഷ്യമാണ്. കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയ 12 പേരിൽ 10 പേരും ആ നാട് പിടിച്ചടക്കാൻ നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കാലേബ് പറയാണ്, ഞാനോ എൻ്റെ മനോനിർണയപ്രകാരം മറുപടി പറഞ്ഞു, ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നു എങ്കിൽ നമുക്കത് പിടിച്ചെടുക്കാൻ കഴിയും. അവിടെ അനാക്കി മല്ലന്മാരുണ്ടായിരുന്നേക്കാം, പക്ഷെ അത് പിടിച്ചെടുക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ കഴിവുകൊണ്ടല്ല, ഞാൻ എൻ്റെ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിൽക്കുകയാണ്. 10-ാം വാക്യം. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളവും എന്നെ ഇതാ താൻ അരുളി ചെയ്തിരുന്നത് പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. 11-ാം വാക്യം കൂടി. മോശെ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോവുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ ഇന്നും ഇരിക്കുന്നു. അന്ന് എനിക്ക് 40 വയസ്സായിരുന്നു. മരുഭൂമിയിലൂടെ നടന്നത് 40 വർഷമാണ്. 40, 80. ഇവിടെ കാലേബ് പറയുന്നത് എനിക്ക് 5 വയസ്സുകൂടെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്, എനിക്ക് 85 വയസ്സുണ്ട്. ഇന്ന് വാള് പിടിക്കുമ്പോൾ എൻ്റെ കൈ പതറിപ്പോവത്തില്ല, അന്നത്തെ പോലത്തെ ബലം എനിക്ക് ഇന്നും ഉണ്ട്. കാലേബ് അല്ലേ പറയുന്നു, 85 വയസ്സായി, ഇന്നും അന്നത്തെ പോലത്തെ ആരോഗ്യമുണ്ട് എനിക്കുണ്ട്. ആ ഹെബ്രോൻ മല എനിക്ക് തരിക, ഞാനതിനെ പിടിച്ചെടുക്കും. യോശുവ അവനെ കൈവച്ച് പ്രാർത്ഥിച്ചയച്ചു, അവനത് പിടിച്ചടക്കി. വാഗ്ദത്തങ്ങൾ പിടിച്ചെടുക്കണം. വാർദ്ധക്യകാലത്തും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, പച്ചവെച്ചും പുഷ്ടി വെച്ചും ഇരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 2:25 യെരൂശലേമിൽ ശിമ്യോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. യെരൂശലേം ദേവാലയത്തിൽ ശിമ്യോൻ എന്ന് പേരുള്ള ഒരു വൃദ്ധനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എപ്പോഴോ ഒരു അശരീരിയായ ഒരു ദൈവത്തിന്റെ ഒരു അരുളപ്പാട് ലഭിച്ചു. ദൂതിതാണ്, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് നീ മരിക്കയില്ല. ഒരുപക്ഷെ തൻ്റെ യൗവനകാലത്തിലായിരിക്കും ഈ വാഗ്ദത്തം താൻ കേട്ടത്, ഈ ശബ്ദം കേട്ടത്. വചനം എന്താ പറഞ്ഞേ? കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് നീ മരിക്കയില്ല. സ്തോത്രം. കാലം ഒത്തിരി കടന്നുപോയി, കറുത്ത മുടിയൊക്കെ വെളുക്കാൻ തുടങ്ങി,
ശരീരമൊക്കെ ചുക്കിച്ചുളുങ്ങാൻ തുടങ്ങി. വാർദ്ധക്യ സഹജമായ അസുഖമൊക്കെ ഉണ്ടായി. പിശാച് പലപ്പോഴും മനസ്സിൽ മന്ത്രിച്ചു, ശിമോനെ അന്ന് കിട്ടിയത് വെളിപ്പാടല്ല, വെളിവുകേടാ. അന്ന് പറഞ്ഞത് ദൈവമല്ല, പിശാച് പറഞ്ഞതാ. നമ്മുടെ മനസ്സിടിച്ച് കളയാനാണ് പിശാച് ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ന് പകലിൽ നാം മനസ്സിടിഞ്ഞവരായിട്ടല്ല, മനസ്സിൽ ശക്തിയുള്ളവരായി തീരും. വാർദ്ധക്യത്തിലെത്തി മരണാസന്നനായി കഴിയുന്ന കാലം. ഒരു ദിവസം യോസഫും മേരിയും കൂടെ ശിശുവായ യേശുവിനെ ആലയത്തിൽ അർപ്പിപ്പാൻ ആലയത്തിലേക്ക് കയറി ചെല്ലുകയാ. അപ്പോഴവിടെ ഉണ്ടായിരുന്ന ശിമിയോന്റെ മേൽ ഒരു വലിയ ആത്മനിയോഗം വ്യാപരിച്ചു. ആ ഭക്തന്റെ മേൽ, അവൃദ്ധന്റെ മേൽ ഒരു ആത്മാവിന്റെ നിയോഗം പെയ്തിറങ്ങി. അവൻ ആത്മനിയോഗത്തിൽ ആലയത്തിനകത്തേക്ക് കയറി ചെന്ന് ശിശുവായ യേശുവിനെ കയ്യിലേക്ക് എന്തുകയാണ്. ആ ശിശുവായ യേശുവിനെ കയ്യിലേക്ക് എന്തിക്കൊണ്ട് താൻ ഇങ്ങനെയാണ് പറയുന്നത്, ഇപ്പോൾ നാഥ, അടിയനോടുള്ള തിരുവചന പ്രകാരം നീ എന്നെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. എന്താ തിരുവചനം? കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് നീ മരിക്കയില്ല. യേശുവിന്റെ നാമത്തിൽ അത് അവന്റെ കണ്ണിന് മുമ്പിൽ നിവർത്തിയാവുകയാണ്. അവൻ പറയുന്നു, സകല ജാതികളുടെ മുമ്പാകെ നീ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അവൻ പരിശുദ്ധാത്മാവിൽ പ്രവചിക്കാൻ തുടങ്ങി, മറിയോട് പ്രവചിക്കാൻ തുടങ്ങി. ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്ന എല്ലാവരോടും അവൻ പ്രവചിക്കാൻ തുടങ്ങി. നിയോഗത്തിന്റെ നിമിഷം വരുമ്പോൾ, നിയോഗത്തിന്റെ അവസരം വരുമ്പോൾ നീ ഒരു പ്രവാചകിയായി മാറട്ടെ. നിയോഗത്തിന്റെ അവസരം വരുമ്പോൾ നീ ഒരു പ്രവാചകനായി ഉയർത്തപ്പെടട്ടെ. നിന്റെ നാവിലൂടെ ദൈവത്തിന്റെ ദൂതുകൾ പുറത്തേക്ക് വരട്ടെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. അതിന്റെ തന്നെ 36-38 വാക്യങ്ങൾ. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. അവിടെ പറയുന്ന വയസ്സിന്റെ കണക്ക് കൂട്ടിയാൽ 100-ൽ കൂടുതൽ വയസ്സുണ്ട്. കന്യകാലം, പിന്നെ കല്യാണം കഴിഞ്ഞ് 7 വർഷം, പിന്നെ 84 വർഷം. കുറഞ്ഞത് ഒരു 100 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട്. ചെറുപ്രായത്തിലെ വിധവയായി. പക്ഷേ ആ അമ്മച്ചി, ആ സഹോദരി ഒരു തീരുമാനമെടുത്തു, ഇനി ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി ഉപവാസത്തിലും പ്രാർത്ഥനയിലും എൻ്റെ കാലം കഴിക്കും. അവൾ ആലയത്തിൽ പോയി അവിടെയുള്ള ചെറിയ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്ത് അവിടുത്തെ ആഹാരമൊക്കെ കഴിച്ച് അവൾ അവിടെ താമസിച്ചു. തിരുവഴുത്ത് 84 വർഷം ആലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ അവൾ സമയം ചെലവഴിക്കുകയാണ്. അടുത്ത വചനമാണ് ഇന്ന് പകൽ എന്നെ വളരെ ത്രസിപ്പിച്ച ഒരു ചിന്ത. അവിടുത്തെ വചനം ഇങ്ങനെയാണ്, ആ നാഴികയിൽ അവളും മുന്നോട്ട് കയറി നിന്നു. ദൈവത്തിന്റെ പൈതലേ, നീ കുറെ കാലം പിന്നിലായിരിക്കാം, കുറെ കാലം നീ പിന്നിലായിരിക്കാം. നിന്റെ സമപ്രായത്തിലുള്ള പലരും മുന്നോട്ട് കയറി വന്നു എന്നിരിക്കാം. പക്ഷേ ഇന്ന് രാവിലെ മനസ്സിന്റെ നിരാശ കൊണ്ട്, മനസ്സിന്റെ ഭാരം കൊണ്ട് എനിക്ക് മാത്രം ഒരു തളിർപ്പില്ല, എനിക്ക് മാത്രം ഒരു കിളിർപ്പില്ല, മുന്നോട്ട് കയറി നിൽക്കാൻ എനിക്ക് മാത്രം ഒരു അവസരമില്ല എന്ന് ഇന്ന് രാവിലെ മനസ്സും അടുത്ത സഹോദര, മനസ്സും അടുത്തുപോയ സഹോദരി, നിന്നോട് ദൈവത്തിനൊരു ദൂത് പറയാനുണ്ട്. ആ നാഴികയിൽ അവളും മുന്നോട്ട് കയറി നിന്നു എന്നതുപോലെ നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് കയറി നിൽക്കാൻ തമ്പുരാൻ ഒരു അവസരം ഒരുക്കാൻ പോവുകയാണ്.